പിണറായിയാണ് ഈ കേരളം ഇങ്ങനെ ആക്കി വിട്ടത്, നശിപ്പിച്ചത്. പിന്നെ അവർക്ക് നല്ല രീതിയിൽ കൊണ്ടുപോകാമായിരുന്നു. പക്ഷേ അവർക്കൊന്നും അത് ഇപ്പം നിങ്ങൾക്കറിയാലോ കേരളം ഏത് അവസ്ഥയിലേക്കാണ് മുന്നോട്ട് പോകുന്നതെന്ന്. നമുക്ക് സാധാരണക്കാരന് ജീവിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് മുന്നോട്ട് പോകാനായിട്ട്. അങ്ങേരെ കാണാൻ പറ്റുന്നുണ്ടോ ആർക്കെങ്കിലും? അങ്ങേരോട് സംസാരിക്കാൻ പറ്റുന്നുണ്ടോ ആരോടെങ്കിലും? അത് ഏറ്റവും വലിയൊരു പരാജയമല്ലേ. ഭരണ തുടർച്ചയുടെ തിളക്കത്തോടെ അധികാരമേറ്റ രണ്ടാം പിണറായി വിജയൻ സർക്കാരിന് 3 വയസ്സ് തികഞ്ഞിരിക്കുകയാണ്. രണ്ടാം പിണറായി സർക്കാരിന്റെ 3 വർഷത്തെ ജനങ്ങൾ എങ്ങനെ വിലയിരുത്തുന്നു? ജനങ്ങളിലേക്ക് പിണറായി സർക്കാർ കമ്മ്യൂണിസ്റ്റല്ലേ, പുള്ളിക്കാരൻ ഒട്ടും കേരളം മൊത്തം ഇങ്ങനെ ആയിട്ട് പിണറായിന് കൊളാക്കി കിട്ടും. രാഷ്ട്രീയത്തെ പറ്റി പറഞ്ഞല്ല, നമുക്ക് ദൈവവിശ്വാസം മാത്രമേ ഉള്ളൂ. പിണറായിയാണ് ഈ കേരളം ഇങ്ങനെ ആക്കി വിട്ടത്, നശിപ്പിച്ചത്. തീർച്ചയായിട്ടും വേറെ ആരും കാര്യമില്ല. എന്തിനാ ഇപ്പം ഓരോ കാര്യങ്ങൾ പറഞ്ഞിട്ട് പിണറായിനെ കുറ്റം പറഞ്ഞിട്ട് പാർട്ടിനെ കുറ്റം പറഞ്ഞതൊക്കെ ശരിയാണ്. പക്ഷേ CPM വന്നു കഴിഞ്ഞാൽ നമുക്ക് കാര്യമുള്ളൂ. അല്ലാണ്ട് ഇപ്പോൾ കോൺഗ്രസ് വന്നു കഴിഞ്ഞാൽ BJP ഒന്നും ഒരു കാര്യമില്ല. സംഗതി ഒരുപാട് കാര്യങ്ങൾ അതൊക്കെ ആൾക്കാർ അതൊക്കെ പറയണ്ടെങ്കിലും ഒരു കാര്യമില്ല. CPM തന്നെ പറഞ്ഞു നല്ല കാര്യമുള്ളൂ. 60. ഇനി ഭരണത്തിൽ വരാൻ ആഗ്രഹിക്കുന്നുണ്ടോ? നമുക്ക് സാധാരണക്കാരന് ജീവിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് മുന്നോട്ട് പോകാനായിട്ട്. പിന്നെ ആര് ഭരണത്തിൽ വരണമെന്നാണ് ചേച്ചി ആഗ്രഹിക്കുന്നത്? LDF UDF എന്നാണ് എൻ്റെ ആഗ്രഹം. എന്തുകൊണ്ട്? സമാധാനത്തോടുള്ളൊരു ഭരണം UDF ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നത് കൊണ്ട്. കേന്ദ്രത്തിൽ നിന്ന് കിട്ടിയില്ലെങ്കിൽ ഇപ്പോൾ ശമ്പളം മുടങ്ങിയില്ലേ, പെൻഷൻ മുടങ്ങിയില്ലേ ആൾക്കാരുടെ? വേറെ എന്ത് വികസനങ്ങളാണ് നടക്കുന്നത്? ഒരിക്കലുമില്ല. പിന്നെ അവർക്ക് നല്ല രീതിയിൽ കൊണ്ടുപോകാമായിരുന്നു. പക്ഷേ അവർക്കൊന്നും അത് ഇപ്പം നിങ്ങൾക്കറിയാലോ കേരളം ഏത് അവസ്ഥയിലേക്കാണ് മുന്നോട്ട് പോകുന്നതെന്ന്. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതല്ലേ, നമ്മളാരും ചോദിക്കുന്നത്, നമ്മൾ ആരോട് ചോദിച്ചാലും പലരോടും തുറന്നു പറയാൻ മടിക്കും പലരും. ഇപ്പം നമ്മളുള്ള കാര്യം പറഞ്ഞു മാത്രമേ ഉള്ളൂ. നമ്മളുടെ ചുറ്റുവട്ടം നടക്കുന്ന സംഭവവികാസങ്ങളും കാര്യങ്ങളെല്ലാം ശരിക്കും കുറച്ച് ശ്രദ്ധ കൊടുത്താൽ മതി. ഒരു 40% ആ ഭരണകാര്യത്തിൽ ശ്രദ്ധ കൊടുത്താൽ അവർക്ക് നല്ല രീതിയിൽ വരാൻ പറ്റും. പക്ഷെ അതുവരെ അവൻ ചെയ്യുന്നില്ല. അങ്ങേരെ കാണാൻ പറ്റുന്നുണ്ടോ ആർക്കെങ്കിലും? അങ്ങേരോട് സംസാരിക്കാൻ പറ്റുന്നുണ്ടോ ആരോടെങ്കിലും? അത് ഏറ്റവും വലിയൊരു പരാജയമല്ലേ. ഒരു മുഖ്യമന്ത്രി എന്ന് പറഞ്ഞാൽ ഈ നാടിൻ്റെ മുഖ്യമന്ത്രിയല്ലേ. മറ്റുള്ളവർ വരുമ്പോൾ 2 കൈ നീട്ടി സ്വീകരിക്കല്ലേ അങ്ങേര് ചെയ്യേണ്ടത്. അതിന് പകരം തട്ടിമാറ്റിക്കളയല്ലേ. ഞാൻ 100 മാർക്കും കൊടുക്കും. എനിക്ക് പിന്നെ പിണറായി സർക്കാരിന്റെ തുടർഭരണം ആഗ്രഹിക്കുന്നുണ്ടോ? ഉണ്ടാകാൻ സാധ്യതയില്ല. ഇല്ല. എത്ര മാർക്ക് കൊടുക്കും? ഞാനൊരു 40 മാർക്ക് കൊടുക്കും. ഇല്ല. നമ്മൾ ഒന്നാം പിണറായി സർക്കാരിൻ്റെ ഒരു പ്രിഫറൻസ് ഇപ്പോൾ കാണുന്നില്ല. അതുകൊണ്ടാണ്.